ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ദൈവം സഹായിച്ച് ഞാനും സുഖമായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ ഞാനിന്നൊരു വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവുകൾ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കാണിച്ചിരിക്കുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലവുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പലർക്കും ഇത് പല കോസ്റ്റിലായിരിക്കും. എനിക്ക് കിട്ടിയ ആ കോസ്റ്റിലായിരിക്കില്ല ചിലപ്പം പലർക്കും പല ഈ മെഡിസിനൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ കോസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ക്യാൻസർ മെഡിസിന് പലയിടത്ത് പല റേറ്റാണ്. അപ്പോൾ നമുക്ക് ക്യാൻസർ എന്ന് പറയുന്നത് ഇന്നൊരു ഏറ്റവും കൂടുതലായിട്ട് കാണുന്നൊരു അസുഖമാണ്. പനി പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നൊരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഒരു കച്ചവടമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അസുഖം വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. ബാക്കിയുള്ള പേഷ്യൻസ് പറയുമ്പോൾ നമ്മൾ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. പക്ഷെ നമ്മളതിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്കിതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാവുന്നത്. ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു പുണ്യമായിരിക്കും. കാരണം ഇതിൻ്റെ അത്രമാത്രം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ഒരു ക്യാൻസർ രോഗം കൊണ്ട്. ഈ ഒരു അസുഖം കൊണ്ട് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. ട്രീറ്റ്മെൻറ്റ് മുടങ്ങിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഈ അസുഖം വന്ന സമയത്ത് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ ഈ ക്യാൻസർ രോഗം ഒരു മാരക രോഗം, ക്യാൻസർ രോഗം, കിഡ്നി, ലിവർ, ഇതിനൊക്കെ വരുന്ന മാരക രോഗങ്ങൾ. അപ്പം ഈ രോഗങ്ങൾക്കൊക്കെ മെഡിസിനൊക്കെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ? പേഷ്യൻസിന് കുറച്ചൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകുമായിരുന്നു. ഓൾറെഡി ഒരു മാരക രോഗം വരുമ്പോൾ നമുക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടാണ്. കൂടെ നമ്മുടെ ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലം കൂടി ആകുമ്പം നമ്മൾ ഒരുപാട് അതിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്, നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും വിചാരിച്ചു, അസുഖം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ മെഡിസിൻ എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ. നമ്മളോട് ഇവിടെ ഹോസ്പിറ്റലുകാർ പറയുന്നത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മെഡിസിനാണ്, അവിടുന്ന് വരുമ്പോൾ ഇത്ര പൈസയാവുന്നു, ഇവിടുന്ന് വരുമ്പോൾ അത്ര പൈസയാവുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. അവർ പറയുന്നതാണ്, പകുതി അവരുടെ കച്ചവടമാണ്. ഇപ്പോൾ അവർ 2 ലക്ഷം പറയുന്ന മെഡിസിൻ ചിലപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല, 50,000 ഉണ്ടാവുള്ളൂ. ബാക്കി അവരുടെ ലാഭമാണ്. അവർ ഈ മെഡിസിൻ്റെ മുകളിൽ കാണിക്കുന്ന MRP തന്നെയാണ് നമ്മളോട് മേടിക്കുന്നത്. പക്ഷേ അത്രയൊന്നും ആ മെഡിസിൻ ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചോളം ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ഈ മെഡിസിനൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ. മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വേണം. എല്ലാ മെഡിസിനും നമുക്ക് മെഡിക്കൽ കോളേജിലും അവൈലബിൾ അല്ല. അപ്പോൾ ഉള്ള മെഡിസിൻ അവിടുന്ന് കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ അവസ്ഥ മാത്രമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോൾ വരെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നത്, വേറെ എങ്ങും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ആദ്യം സാധാരണ മാമോഗ്രാം അല്ല ചെയ്തത്, MR മാമോഗ്രാമാണ് ചെയ്തത്. എൻ്റെ വീഡിയോസിൻ്റെയൊക്കെ താഴെ ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മാമോഗ്രാമിന് എത്രയാണ് റേറ്റ് എന്ന്. മാമോഗ്രാമിന് ഏകദേശം ഒരു 3000-ൻ്റെ അടുത്തേ വരുള്ളൂ, 2800, 3000 ആ ഒരു റേറ്റിലൊക്കെയാണ് മാമോഗ്രാം. പക്ഷേ MR മാമോഗ്രാമിന് 10,500 തൊട്ട് 12 വരെ മേടിക്കുന്നുണ്ട്. 10,500 ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 12,000-ൻ്റെ അടുത്ത് സംതിങ്ങിന് ഞാൻ ചെയ്തിട്ടുണ്ട്. MR മാമോഗ്രാമിന് നല്ല റേറ്റാണ്. പിന്നെ എനിക്ക് ചെയ്തിരിക്കുന്ന ബയോപ്സിയുടെ റേറ്റ് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെയ്തിരിക്കുന്നത് ഗൈഡഡ് ബയോപ്സിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രൂ കട്ട് എൻ്റെ ഈ ലംബ് അത്ര വിസിബിൾ അല്ലായിരുന്നത് കൊണ്ടും സൈറ്റ് മാറി പോവാതിരിക്കാൻ വേണ്ടിയൊക്കെ അവർ മാമോഗ്രാം ചെയ്തുകൊണ്ടുള്ള ഒരു ബയോപ്സി എടുത്തത്. അതിന് 63,000 രൂപയാണ് നമുക്കായത്. പിന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ കുറച്ച് റേറ്റ് കുറച്ച് വാങ്ങി, അത്ര തന്നെ. പിന്നെ എനിക്ക് ചെയ്തത് കീമോയാണ്. കീമോയ്ക്ക് 8 കീമോയാണ് ചെയ്തത്. ഒരു കീമോ നമ്മൾ ഡേ കെയർ അടക്കം ചാർജ് വരുന്നത് 12,000 രൂപ. അങ്ങനത്തെ 8 കീമോ. പിന്നെ അതല്ലാതെ നമ്മൾ അവിടുന്ന് ഡേ കെയർ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മെഡിസിന് കാര്യങ്ങൾ ഏകദേശം ഒരു 1,000-1,500 രൂപയുടെ മെഡിസിൻ ഉണ്ടാവും. അടുത്ത കീമോയ്ക്ക് വരുമ്പോൾ കഴിക്കേണ്ട മെഡിസിൻ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൗണ്ടിൻ്റെ മെഡിസിൻ, അങ്ങനെ ഓരോന്നും ഉണ്ടാവും. ദൈവം സഹായിച്ച് എനിക്ക് കുറേ മെഡിസിനൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റും ഒക്കെ എനിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൗണ്ടിൻ്റെ മെഡിസിനൊക്കെ കംപ്ലീറ്റ് 12,000, 3,000 രൂപ വില വരുന്ന മെഡിസിനാണ്. അതെല്ലാം എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടുന്ന മെഡിസിൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കീമോ കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് സർജറിക്ക് എനിക്ക് 2,93,000 രൂപയാണ് എൻ്റെ സർജറി കഴിഞ്ഞപ്പോൾ ആയത്. അത് നമുക്ക് 2,93,000 രൂപയായി. അത് നമുക്ക് ഇൻഷുറൻസിൽ അങ്ങനെ കവറായിപ്പോയി.
പിന്നെ നമ്മുടെ അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റേഡിയേഷനാണ്. റേഡിയേഷൻ എനിക്ക് 2 ടൈപ്പ് റേഡിയേഷനാണ് ചെയ്തത്. ഒന്നൊരു 3Dയും പിന്നെ ഒരു പാലിയേറ്റീവ് റേഡിയേഷനും, 2 ടൈപ്പ് റേഡിയേഷൻ. അതിന് ഒന്നിന് എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. റേഡിയേഷൻ എല്ലാം കൂടെ എനിക്ക് ഒരു 1,12,000 രൂപയാണ് റേഡിയേഷൻ ആയിട്ടുള്ളത്. 20 റേഡിയേഷൻ ആയിരുന്നു. ആ 20 റേഡിയേഷനും കൂടെ 1,12,000 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഇമ്മ്യൂണോതെറാപ്പി. അടുത്തത് ഇമ്മ്യൂണോതെറാപ്പിയാണ് വരുന്നത്. 17 ഇമ്മ്യൂണോതെറാപ്പിയാണ് ഉള്ളത്. അതിൽ ഇഞ്ചക്ഷൻ ട്രാൻസ്റ്റുസുമാബ്. ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഏതാണ് ഇമ്മ്യൂണോതെറാപ്പി മെഡിസിൻ. എൻ്റെ ഇമ്മ്യൂണോതെറാപ്പി മെഡിസിനാണ് ട്രാൻസ്റ്റുസുമാബ്. അത് 17 എണ്ണം എടുക്കുന്നുണ്ട്. ഇപ്പോൾ 11 എണ്ണം കഴിഞ്ഞു. അതിന് ട്രാൻസ്റ്റുസുമാബിന് ഒരു ഇഞ്ചക്ഷന് എനിക്ക് 63,000 രൂപയാണ് നമുക്ക് ഹോസ്പിറ്റലുകാർ പറയുന്നത്. പക്ഷേ അവരത് കാരുണ്യ സ്കീമിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞ് 24,000 രൂപയാണ് നമ്മളോട് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ മെഡിസിൻ അത്ര പൈസയൊന്നുമില്ല. അത് ഗവൺമെൻറ് സപ്ലൈ ആണെങ്കിൽ, ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിൽ, മെഡിക്കൽ കോളേജിൽ നിന്നാണെങ്കിൽ ഏകദേശം 12,000 രൂപയ്ക്കേ വരുന്നുള്ളൂ. പക്ഷേ ഗവൺമെൻറ് നമുക്ക് കാരുണ്യ വഴിയൊക്കെ കിട്ടുന്ന മെഡിസിൻ ആണെങ്കിൽ 9,000 രൂപ. അത് അതിൻ്റെ കമ്പനി അനുസരിച്ച് മാറും. റിലയൻസിൻ്റെതാണെങ്കിൽ 9,000-ഉം പിന്നെ റെഡ്ഡീസിൻ്റെതാണെങ്കിൽ 8,000 സംതിങ്ങും ആവുന്നുള്ളൂ. ഞാനിപ്പം മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. കാരുണ്യയിൽ നിന്ന് മെഡിസിൻ മേടിച്ചിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ പ്രൈവറ്റിൽ ഞാൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ 63,000 ആണ്. അവർ സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്ക് തരുന്നതെന്ന് പറഞ്ഞ് 24,000 രൂപയ്ക്കാണ് തരുന്നത്. പക്ഷേ അത് അവരവരുടെ ലാഭത്തിൻ്റെ ലാഭവും എല്ലാം കണക്കാക്കിയിട്ടായിരിക്കും അവരത് തരുന്നത്. ഒരുപാട് അധികം എടുക്കുന്നുണ്ട്. 63,000 രൂപ അതിൻ്റെ MRP റേറ്റാണ്. അവർ അതേ റേറ്റ് തന്നെ വെച്ചിട്ടാണ് ഈ പറയുന്നത്. അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് ഇങ്ങനെ സ്കീമിൽ ഉൾപ്പെടുത്തി തരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ തരുന്നുണ്ട്. പിന്നെ എനിക്ക് എടുത്തത് പെർട്ടുസുമാബ് എന്ന് പറഞ്ഞിട്ടൊരു ഇഞ്ചക്ഷനായിരുന്നു. അത് കീമോ കാറ്റഗറി ഡ്രഗ് തന്നെയാണ്. അത് എന്താ പറയുക, അത് 17 എണ്ണം എടുക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. അത്രയൊന്നും എടുക്കാൻ നമ്മളിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് 4 എണ്ണമാണ് എടുത്തത്. 4 എണ്ണം മതി നമ്മൾ ഡോക്ടർ പറഞ്ഞതാണ്. പിന്നെ അതിന് പകരമാണ് ട്രാൻസ്സുമാബ് എടുക്കുന്നത്. ഈ പെർട്ടുസുമാബിന് 2 ലക്ഷത്തി സംതിങ് ആണ് ഒറ്റ ഇഞ്ചക്ഷന് വില. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കത് അഫോർഡബിൾ അല്ല, നമുക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്തായാലും നിർബന്ധമായിട്ട് എടുക്കണം. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ആരോഗ്യ സ്കീമിൽ ആക്കിത്തരാം, അത് EMI ആയിട്ട് പൈസ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് അങ്ങനെ ഒരു ആരോഗ്യ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫിനാൻസിൽ നിന്ന് നമുക്ക് ഹോസ്പിറ്റലുകാർ തന്നെ പൈസ റെഡിയാക്കി തന്നിട്ട് നമ്മൾ EMI ആയിട്ട് 50,000 വെച്ചിട്ട് മെഡിസിൻ അടിച്ചിട്ട് 4 എണ്ണം, അത് 2 എണ്ണം 3 എണ്ണം വാങ്ങിയാൽ 1 ഫ്രീ, അങ്ങനെ ഉള്ളൊരു സ്കീമാണതിന്. അങ്ങനെ 4 എണ്ണം എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് വേറെ എന്താ, നമുക്കിനി ഇടയ്ക്ക് നമുക്ക് എക്കോ വരും, എന്താ പറയുക, ബ്ലഡ് ടെസ്റ്റുകൾ വരും. ഇതിനെല്ലാം നല്ല റേറ്റ് ആവും. ഒരു എൻ്റെ സർജറി സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബ്ലഡ് ടെസ്റ്റുകളെല്ലാം കൂടെ 7,000 രൂപയോളം ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പൈസ ഇൻഷുറൻസിലോ കാര്യങ്ങളിലോ ഒന്നും അല്ല, നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൂടെ മൊത്തം നമുക്ക് വരുന്നത് എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റിനായി എനിക്ക് ഒരു 10-11 ലക്ഷത്തോളം രൂപ, 12 ലക്ഷത്തിൻ്റെ അടുത്ത് ആവുന്നുണ്ട്. ഈ പെർട്ടുസുമാബ് എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് ഇനി ഏറ്റവും കൂടുതൽ പൈസയായത്. ഒരു 6-7 ലക്ഷം രൂപ അതിന് മാത്രം നമുക്കായി. പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, മെഡിസിനുകളുണ്ട്. അങ്ങനെ എനിക്ക് ഹോർമോൺ ഇഞ്ചക്ഷൻ വേറെ എടുക്കുന്നുണ്ട്. അപ്പം അത് 3 മാസത്തിൽ കൂടുമ്പോഴാണ് എടുക്കുന്നത്. അതിന് ഒരു ഹോർമോൺ ഇഞ്ചക്ഷന് 10,000 രൂപയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനെ കടൽ പോലെ നീണ്ടു പോവുകയാണ്. അതുപോലെ തന്നെ പൈസേൻ്റെ കാര്യം. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ദൈവമേ, ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. ഞാനടക്കം അങ്ങനെ തന്നെ. എന്നാലും നമ്മളെക്കാട്ടിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പലപ്പോഴും നമുക്ക് ചികിത്സകൾ ഓരോ ഇൻഷുറൻസിൻ്റെ പേരിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൂടെ നമുക്ക് ഈ ക്യാൻസർ എന്ന അസുഖത്തെ ഒരു കച്ചവടമാക്കാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ കോടീശ്വരന്മാരായ എത്രയോ ആൾക്കാർ നമുക്ക് ഇവിടെയുണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ വേണ്ടി ഫണ്ടുകളും കാര്യങ്ങളും അവർ ഈ ഹോസ്പിറ്റലിനൊക്കെ വേണ്ടി വല്ല ചാരിറ്റബിൾ ട്രസ്റ്റുകൾ പോലെയൊക്കെ തുടങ്ങിയിട്ട് ഉണ്ടാവാൻ, ചിലപ്പോൾ ഇല്ല എന്നല്ല, പക്ഷേ എന്താ പറയുക, അതൊന്നും വേണ്ട ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. പല ട്രീറ്റ്മെൻറ്റുകളും പല ഇങ്ങനത്തെ എന്താ പറയുക ഇങ്ങനത്തെ ഫണ്ടുകളും എല്ലാം അത് വേണ്ട ആൾക്കാരിലേക്ക് എത്തുന്നില്ല. അതെല്ലാം അല്ലാതെയുള്ള രീതിയിൽ പോവുകയാണ് ചെയ്യുന്നത്.
അന്വേഷിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മളും പല ഇതും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മനസ്സിലായത്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള ആൾക്കാർക്കെങ്കിലും ഇനി ആർക്കെങ്കിലും ഈ അസുഖം ആർക്കും വരരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി പക്ഷേ എങ്ങനെ ഇപ്പോഴത്തെ ഒരു എന്താണെന്നറിയില്ല, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നൊരു അസുഖമാണ് ക്യാൻസർ. അപ്പോൾ കുറച്ച് കാലം മുന്നേ വരെ ഇത്രയും ഇല്ലായിരുന്നു. ഒരു 100 വീട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 2 പേർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഒരു 100 വീട് എടുത്തിട്ടുണ്ടെങ്കിൽ 98 വീട്ടിലും ക്യാൻസർ രോഗിയുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ ഹോസ്പിറ്റൽ വ്യാപാര രംഗത്ത് ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുന്നത് നല്ലതായിരിക്കും. ട്രീറ്റ്മെൻറ്റിൽ മാത്രം പുരോഗമനം ഉണ്ടായാൽ പോരാ, അതിൻ്റെ ക്യാഷിൻ്റെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗമനം ഉണ്ടാകുന്നത് നല്ലതാണ്. സാധാരണക്കാരായ രോഗികൾക്ക് മെഡിക്കൽ കോളേജ് മാത്രം ആശ്രയിക്കാതെ പ്രൈവറ്റിലും കൂടെ പോയി ഒന്ന് ചികിത്സിക്കാനുള്ള ഒരു സെറ്റപ്പ്. ആ പൈസയുടെ കാര്യം പേടിച്ചിട്ടാണല്ലോ പ്രൈവറ്റിലേക്ക് പോവാത്തത്. കറണ്ട് പോയി, ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈ പൈസ എന്നും ഒരു പ്രശ്നമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ. പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് വൈകി പോകുന്നതും കിട്ടാതിരിക്കുന്നതും പൈസേൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഇതിനൊക്കെയുള്ളൊരു സെറ്റപ്പ് കിട്ടുവാണെങ്കിൽ എത്ര നന്നായിരുന്നേനല്ലേ. അപ്പം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി വരുന്ന കാലത്തിലെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലുകൾ ഈ രോഗങ്ങളൊരു കച്ചവടമാക്കാതെ വേണ്ടവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ വരട്ടെ എന്ന്.